നമ്മുടെ ഇന്നത്തെ പരിപാടി അച്ചമ്മച്ചി അമ്മയും കൂടെ അടുക്കളയിലുണ്ട്. കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയിട്ടേ ചിക്കൻ മേടിച്ചു, കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നാന്ന് കഴിഞ്ഞാൽ അവർ അടുക്കളയിൽ നിന്ന് മൊത്തം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നമുക്ക് പോയിട്ട് ഉച്ചക്കത്തേക്ക് കുറച്ച് റൈസും ചിക്കനും ഉണ്ടാക്കാം. പോയി വാങ്ങിക്കാൻ പോകാം അല്ലേ? അപ്പോൾ ഇന്നത്തെ അടുക്കള നമ്മുടെ ഇല്ല. അവരും ഉണ്ട്. അവർ വേറെ എന്തോ ഉണ്ടാക്കില്ല. അവർ ഉപ്പേരിയോ അതല്ല, ഒത്തിരി പരിപാടിയാണ്. അച്ചമ്മച്ചി നാട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ അമ്പടി ചേച്ചി ഒരു ചിക്കൻ എടുത്ത് നമുക്ക് തരിക കേട്ടോ. എടുത്തോണ്ടോ? നമ്മുടെ സ്ഥിരം ചിക്കൻ കട കേട്ടോ. നല്ല ഉത്സവമാണല്ലോ കുഞ്ഞി അടുക്കള പണിയാൻ. ഉത്സവമൊന്നുമില്ല, വിളിച്ച് പണിയിപ്പിക്കുന്ന ആണോ? അതിനായിട്ട് വിളിച്ച് പണിയിപ്പിക്കുന്നത്. ഇല്ലാതില്ല. ഇതൊക്കെ വേണോ? ഇതെല്ലാം കളയണ്ടേ? പിന്നെ വിളിച്ചാലും കുഞ്ഞി പയ്യേ വരുകൊള്ളായിരുന്നു. അതൊക്കെ ചെയ്ത് പഠിക്കണം എന്നല്ലേ. കൂട്ടുകാരൻ അങ്ങനെ വന്നാണോ കാണാൻ? ഇന്നെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ടാണോ എല്ലാം കൂടെ ചാടിയേ? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നിട്ട് ഒരു പണിയില്ലാതിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി ചിക്കൻ കറിയും ചോറും ഒക്കെ ഷാപ്പിട്ടിട്ട് പോകാം കേട്ടോ. എന്നാ പരിപാടി? നിങ്ങളോട് കൂടുന്നോ അതോ ഞങ്ങള് റെഡിയാക്കിയിട്ട് വിളിച്ചാൽ മതിയോ? റെഡിയാക്കിയിട്ട് വിളിച്ചാൽ മതിയോ? കൊള്ളാലോ. നീ കൂട്ടുകാരെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ലേ? ഇത് വിഷ്ണു, ഇത് സൂരജ്. ആണോ? എന്നാ നമുക്കെല്ലാം റെഡിയാക്കിയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. റെഡിയാക്കിയിട്ട് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ഇത് ചിക്കനകത്ത് ചേർക്കാനാണോ? മിണ്ടണ്ട. 3 പേര് രാവിലെ ഭയങ്കര റൈസ് വഴിയും ചിക്കൻ കറി വഴിയും ഒക്കെ ആയിരുന്നു. അതെന്നാ അതിനിടയില് 2-3 കോള് വന്നേ. ഞാനതാ ചാടിപ്പോയി. അത് കഴിഞ്ഞപ്പോ ഒറ്റ മനുഷ്യരുടെ അടുക്കള കാണാനില്ല. ഇത് ചിക്കൻ റെഡിയായി. ഇത് ചിക്കനകത്തുള്ള ഇടാനുള്ള സാധനം റെഡിയായി. ഉച്ചയാകുമ്പോ പറഞ്ഞാ മതി അല്ലേ? കുഞ്ഞി, നമ്മള് പുതിനയില അങ്ങോട്ട് പൊക്കിയെടുത്തു. ഇതെന്നാ സംഭവം? ഇത് വേണമെന്ന് ഇപ്പം പറഞ്ഞായിരുന്നല്ലേ? പുതിനയില വേണമെന്ന് നമ്മ പറഞ്ഞു. ഇതും കൊണ്ട് പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ഒത്തങ്ങി നിനക്ക് കിട്ടും കേട്ടോ. അതെ. പുതിനയില ഇട്ട് നല്ല ഫ്രഷ് പുതിന കേട്ടോ. അതേ സെയിം ഗ്രേവി. കൊള്ളാം. കുഞ്ഞിക്ക് അങ്ങോട്ടൊരു ഉത്സാഹം വരുന്നില്ലോടാ. രാവിലത്തെ ആ ചിക്കൻ പിന്നെ കഴുകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തോ കാര്യത്തിന് അമ്മയുടെ വായിന്ന് കേട്ടെന്ന് തോന്നുന്നു. അതെന്നാ കിട്ടെ ഗ്രേവിക്കകത്ത് സവോളയും തക്കാളിയും കൂടെ വഴറ്റി കടുക് പൊട്ടിച്ച് സവോളയും തക്കാളിയും വഴറ്റിയിട്ട് ഇതിനകത്തോട്ട് മല്ലിയില മുതലില ഇട്ടു. അത് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അരച്ചത് അതും കൂടെ ഇട്ടു. ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. എന്നിട്ട് പൊടിയെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ വേഗം വെച്ചത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ കുറച്ച് പകുതി തിരുമ്പി വെച്ചതാണ്. ഇനി ഇതും കൂടെ ചേർത്താൽ മതി. ഇതും കൂടെ ഇതിനകത്തിന് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് റെഡിയാക്കാം. ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് സഹായിക്കാൻ കയറിയില്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്കൊന്നും തിന്നാൻ തരുമല്ലെന്നാ പറഞ്ഞത്. പറഞ്ഞില്ല, തരത്തില്ലായിരിക്കും. അതാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മര്യാദക്ക് പണിയെടുത്തു. ഓക്കെ, അച്ചമ്മച്ചി അമ്മയൊക്കെ പണി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ? നാരങ്ങ പറിച്ചിട്ടേ നാരങ്ങ വെള്ളം പുതിനയിലേക്ക് ഇട്ട് നമുക്ക് അടിപൊളിയായിരുന്നു. നാരങ്ങ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വെള്ളം പറിച്ചോ. അത് അത്യാവശ്യം പഴമായതാണ്. അതിൻ്റെ അകത്തുണ്ട്, നോക്കട്ടെ, ഞാൻ പറിക്കാം. അത് കുഴപ്പമില്ല. ഒരെണ്ണം അകത്ത് ഇരിപ്പുണ്ടല്ലേ? ഇനി ഒരു കഷ്ണം ഇഞ്ചി, പുതിനയില, 2 നാരങ്ങ, അങ്ങനെയാണ് പിഴിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. മടുത്തോ? പിന്നെ മടുത്തോന്ന്. എത്ര നേരമായി തീക്കകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. കുഞ്ഞിക്ക് അച്ചമ്മച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇപ്പൊ അച്ചമ്മച്ചിക്ക് നാരങ്ങ വെള്ളമൊക്കെ എടുത്തു തരാൻ തുടങ്ങുന്നേ. അതെ. ചൂടടിച്ച് നിൽക്കുന്നല്ലോ എന്നോർത്തായിരിക്കും അല്ലേ? അതെ, ഇവിടെ ദാഹിച്ചിട്ട് മേല. ചമ്മച്ചി തണുത്തത് വേണോ? പിന്നെ ചൂടായത് കൊണ്ട് ഇച്ചിരി തണുത്തത് കുടിക്കാം. ഐസ് ഉണ്ടായിരിക്കും ഇരിപ്പല്ലേ? ഇച്ചിരി ഇട്ടെടുത്തോ, ചെറിയൊരു തണുപ്പാകാം.
മുറിച്ചിടുവാണോ? മുറിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ അങ്ങോട്ടേ ചതയ്ക്കാം. ഇടിച്ച് ചതച്ച് അത് ഒരു പഴുത്ത നാരങ്ങയും 2 പഴുക്കാറായ നാരങ്ങയും പുതിനയിലയും അല്ലേ നമുക്ക് സെറ്റാക്കിയേക്കാം. ഇനിയേ ആ ഇഞ്ചിയും പുതിനയൊക്കെ ആ നോക്കി, അതായത് ഇടികലിനകത്ത് ഇരിക്കുമ്പോൾ നല്ലപോലെ നോക്കി ഇരിക്കണമെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ എന്താണെന്നറിയാമോ, അതിനകത്ത് വല്ല കാണിയൊക്കെ ഉണ്ടോ എന്ന് നോക്കും. ഈയിടെ ഒരു ഉറുമ്പി ആടിപ്പോയല്ലേ. ഉറുമ്പ് അത് ഇട്ട് കഴിഞ്ഞാൽ കയറിയത്. ആ അതുകൊണ്ട് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആ നല്ലപോലെ ഇടിച്ചോ. ഇടിച്ചേക്കാം. ഈ ഇടിച്ചതിൻ്റെ പരിപ്പളൊക്കെ ആദ്യമായി നല്ലപോലെ ഞെക്കണം, എന്നാലല്ലേ നീര് മൊത്തം ചേർത്തുള്ളൂ. ആ ആദ്യമായി നമുക്ക് അവനെ വിളിച്ചാലോ, അവനാകുമ്പോൾ ഇച്ചിരൂടെ ആരോഗ്യമാണ്. ആർക്കാ? ചേട്ടാ ഏയ് ഇല്ലേ? ഓ കൊള്ളാലോ. ഫുള്ള് ഞങ്ങി. ഇനി ഒന്നുകൂടെ നീക്ക്, തിരിച്ചു നോക്ക്. ആ കൊള്ളാം, മതി. ആ അച്ചമ്മച്ചിക്ക് അസിസ്റ്റന്റിനെ കിട്ടി. കുഞ്ഞി ആ നാരങ്ങ വെള്ളം റെഡിയായോ? റെഡിയാവോ? ഇനി റെഡിയായെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു കപ്പ് എടുത്തിട്ട് ആദ്യം ഇത് അവന് കൊടുക്കാം. അവൻ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവന്മാർ 2 പേരുടെ ബൈക്കും കൊണ്ട് വേറെ എങ്ങാണ്ട് കൊടുക്കാനായിട്ട് പോയി. ആ സൂര്യൻ്റെ വീട്ടിൽ പോയാളാ? ആണോ? ആ എന്നാൽ ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? അതായത് നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടോ, നിനക്ക് ഏത്തക്ക അരിയാനായിട്ട് നല്ലപോലെ അറിയാം. എന്നാ റെഡി ആയിക്കോ, പെട്ടെന്ന് റെഡി ആയിക്കോ. അച്ചമ്മച്ചിക്കാണെങ്കിൽ പിന്നെ ദാഹിച്ചിട്ട് വയ്യെന്നാ പറഞ്ഞത്. ആ അതെ അതെ, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണം. ആ എങ്ങനെയുണ്ടമ്മേ? നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാന്നറിയോ, ഇതിനകത്ത് എല്ലാ സാധനവും ഇപ്പം നമ്മളുടെ സ്വന്തമാണല്ലോടാ. അതെ നാരങ്ങ ഇവിടുന്ന് പറിച്ചത്, പുതിനയില, പച്ചമുളക്, ഇഞ്ചി എല്ലാം നമ്മുടെ തന്നെ പറിച്ചതല്ലേ. ആ ഇന്നലെ ഞാൻ 2 ചാക്കിനകത്ത് ഇങ്ങോട്ട് പറിച്ചായിരുന്നു. ആ, അവിടെ കൊട്ടക്കകത്ത് കഴുകി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? കൊള്ളാം. ഒരു പച്ചമുളകും കൂടെ ഇടായിരുന്നെന്ന് തോന്നുന്നു. ആ പച്ചമുളക് കിട്ടിയില്ലല്ലേ? അതാ എരിവില്ല, ഞാനത് ഓർത്തു. കൊള്ളാം, നല്ല. അപ്പോൾ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡിയായല്ലേ? എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി, നമ്മുടെ ഗസ്റ്റുകളെ വിളിക്കൂ. ചിക്കൻ കറി റെഡിയായി. ഗസ്റ്റുകൾക്ക് നാണമാണെന്നാ പറഞ്ഞത്. മാർക്ക് നാണമാ. ആണോ? ഞാൻ ചോദിച്ചു ഈ കൂട്ടത്തിൽ നാണം ഇല്ലാത്ത എത്ര പേരുണ്ടാകുന്നു? എല്ലാവർക്കും നാണമെന്ന് പറഞ്ഞു. കോപ്പിക്ക് മാത്രം നാണമില്ലെന്ന് പറഞ്ഞു. ഇടാ വാടാ, അമ്മമാർ ഒളിച്ചിരിക്കുവോ? കറി എടുത്ത് കൂട്ടിക്കണം. അത്ര മോരല്ലോ, അങ്ങനെയാണോ കറി കൂട്ടുന്നത്? എങ്ങനെ ഉണ്ടടാ ഗ്രേവി? മട്ടൻ കറിയുടെ ഗ്രേവി പോലെ ഉണ്ടോ? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ആണോ? പുതിനയില ഇട്ടുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഞാൻ കൂടെ പിടിച്ചോണ്ട് വരട്ടെ. ഇരിക്കുന്നില്ല. ഇരുന്നേക്കാം, കഴിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.